അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. ഞാൻ ഇന്ന് സുവിശേഷം ഈസ്റ്റർ ഞായറാഴ്ചത്തെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ നോക്കാം. ഒരു അമ്മച്ചി മരിക്കുന്നതിന് മുമ്പേ ഈ ഒരു പുതിയ നിയമം എനിക്ക് വേണ്ടി എഴുതി വച്ചിട്ട് പോയി. ഇത് വച്ച് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നതാണ്. എന്തെന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ തന്നെ ആ അമ്മച്ചി വായിച്ചുകൊണ്ടിരുന്നായിരുന്നു ദുഃഖത്തിലും കഷ്ടത്തിലും വേദനയിലും. നാം എല്ലാവരും ഈസ്റ്റർ സമയത്തെല്ലാം ഈസ്റ്ററിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്.
ഈസ്റ്ററിന്റെ പെരുന്നാൾ പറയുന്നതാണ് ശാന്തിയും സമാധാനവും സന്തോഷവും വിശ്വാസവും സ്നേഹത്തിന്റെ പെരുന്നാളാണ് നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ഹിന്ദിയിൽ പറയുന്നതാണ് अनमोल रत्न के रूप में ईश्वर ने हम सबों को दिया है ना. The precious thing God has given to us. ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർപ്പിന്. ആ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ആ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാണ്, മനസ്സിലാക്കുന്ന കർത്താവാണ്, ശാന്തിയും സമാധാനം കൊടുക്കുന്ന കർത്താവാണ്. ആ കർത്താവ് നമ്മുടെ അടുത്ത് ആഗ്രഹിക്കുന്നതാണ് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരിയും സഹോദരന്മാരെ, ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നാം കേട്ടതാണ് ഒരു സ്ത്രീയെക്കുറിച്ച്, മഗ്ദലന മറിയത്തിനെ കുറിച്ച്. ഈ സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ട് 2 സ്ഥലത്ത് ഏറ്റവും വലിയൊരു പാപിയ സ്ത്രീ എന്നോ ഏറ്റവും വലിയൊരു ഡേർട്ടി സ്ത്രീ എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി പേര് കൊടുത്തതാണ്. ഈ സ്ത്രീ നാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു 7 പിശാചുകളെ, അശുദ്ധ ആത്മാക്കളെ എടുത്തിട്ടുണ്ട്. 2ാമത്തെ സ്ഥലത്ത് പറയുന്നതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വീട്ടിലിരിക്കുമ്പോൾ പുള്ളിക്കാരെ അങ്ങോട്ട് പ്രവേശിക്കുന്നതാണ്. കർത്താവിൻ്റെ കാലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് തൻ്റെ കണ്ണീര് തൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകുക, തൻ്റെ മുടി കൊണ്ട് കർത്താവിൻ്റെ കാല് തുടയ്ക്കുന്നു. ഈ ഒരു പ്രത്യേക സ്നേഹത്തിനെ കുറിച്ച് ചിന്തിച്ച ആരാന്ന് പറയും? മറിയം മഗ്ദലന, ഒരു പാപിയ സ്ത്രീ എന്ന് പറഞ്ഞിട്ട്. ഹിന്ദിയിൽ പറയുന്നതാണ് ഈസ്റ്റർ രാവിലെ പറഞ്ഞ ഹിന്ദിയിൽ പാവ് ഫട്ടെ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥമാണ് രാത്രി അവസാനിക്കുന്നു, രാവിലെ തുടങ്ങുന്നതാണ്. ആ സമയത്താണ് മറിയം മഗ്ദലന ഓടിപ്പോകുന്നത് കർത്താവിൻ്റെ ഗ്രേവ് യാർഡിലേക്ക് പോയിട്ട് കർത്താവിനെ തിരക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ലൂക്കായുടെ സുവിശേഷത്തിൽ, ബിബ്ലിക്കൽ കോമന്ററിയുടെ പുസ്തകത്തിൽ ലൂക്ക് പറയുന്നതാണ് പുള്ളിക്കാരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നോക്ക്. ഈ ഒരവസ്ഥയിൽ പുള്ളിക്കാരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണ് നാം നേടുന്നത്. ആദ്യമായിട്ട് പറയുന്ന ക്യൂരിയോസിറ്റി ഓഫ് ദ വുമൻ എന്ന് പറയും. കർത്താവിനെ കുറിച്ച് തിരക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരുന്നതാണ്. 2ാമത്തെ പറയുന്ന ഒരു ലോങ്കിങ്നെസ്, കാണാനുള്ള. 3ാമത്തെ പറയുന്ന ഒരു തേഴ്സ്റ്റ്, ഒരു ദാഹം. 4ാമത്തെ പറയുന്ന ഒരു വ്യാകുലത. 5ാമത്തെ പറയുന്ന ഒരു വെപ്രാളം, ഒരു തളപ്പ് എന്ന് പറയുന്നു. കർത്താവിനെ കാണണം, കർത്താവിനെ നേടണം. ഇതെല്ലാം പറയുന്നതാണ് പുള്ളിക്കാരി തിരക്കുന്നതാണ് കർത്താവിനെ കുറിച്ച്. എന്താ മനസ്സിൽ സ്നേഹമുണ്ടായിരുന്നു, മറിയം മഗ്ദലയുടെ മനസ്സിൽ സ്നേഹമുണ്ടായിരുന്ന കർത്താവിനെ കുറിച്ച്. അതിനേക്കാളും കൂടുതൽ കർത്താവ് മരിക്കുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3ാമത്തെ ദിവസം എഴുന്നേക്കുന്നു. ആ ഒരു വാക്ക് മനസ്സിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഓടി അങ്ങോട്ട് പോകുന്നതാണ് കർത്താവിനെ തിരക്കാൻ വേണ്ടി. കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മറിയം മഗ്ദലന. അതിനുശേഷം കർത്താവ് പറയുന്നതാണ്, എൻ്റെ സഹോദരൻ്റെ അടുത്ത് പോയി പറയാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നു. പുള്ളിക്കാരി പോയി പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. പുള്ളിക്കാരി വിശ്വസിച്ച് കർത്താവ് ജീവിച്ചിരിക്കുന്നു. 2ാമത്തെ പ്രാവശ്യം പറയുന്ന 2 സഹോദരൻ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, അവരും വിശ്വസിച്ചില്ല. 3ാമത്തെ പറയുന്നതാണ് 11 പേര് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, അവർ വിശ്വസിച്ചില്ല. പക്ഷെ മറിയം മഗ്ദലന വിശ്വസിച്ചു. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് പുള്ളിക്കാരി ഒരു പ്രയർഫുൾ ലേഡിയായിരുന്നു, ഒരു സ്പിരിച്വൽ ലേഡിയായിരുന്നു. ആ മനസ്സിൽ ആ സ്പിരിച്വൽ, ആ പ്രയർ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടാണ് പുള്ളിക്കാരി കർത്താവിനെ നേടി ഏറ്റവും രാവിലെ
ആരെങ്കിലും പോകുന്നതിന് മുമ്പേ അവിടെ പോയി എത്തിയത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം നമ്മുടെ ജീവിതത്തിലും പല പല ചൂണ്ടിക്കാണിക്കാറുണ്ട്. നല്ല മനുഷ്യനില്ലെന്ന്, പാപിയാ മനുഷ്യൻ ലെവലിംഗ് ചെയ്യാറുണ്ട്. ഈ കുടുംബക്കാർ നല്ലവരില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതേ കർത്താവ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്, നീ എങ്ങനത്തെ മനുഷ്യനാണ്? സൊസൈറ്റി ജനങ്ങൾ ലേബൽ കൊടുത്ത അതേ മറിയം മഗ്ദലനെ കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ മനസ്സിലും അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു സ്നേഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുള്ളിക്കാരി സ്നേഹിച്ച് കർത്താവിനെ പുള്ളിക്കാരി വിശ്വസിച്ച്, ആ വിശ്വാസം തൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കാണുന്നില്ല. കർത്താവ് സെന്റ് തോമസിനടുത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് കർത്താവ് പറയുന്ന, നിനക്ക് ശാന്തി എന്ന് പറഞ്ഞു. തോമസും വിശ്വസിച്ചില്ല. പക്ഷെ കർത്താവിനെ കണ്ടതിന് ശേഷം, സാക്ഷാത്തെ കണ്ടതിന് ശേഷം തോമസ് വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും ഈസ്റ്റർ യാത്രയിലുള്ള ജനങ്ങളാണ്. കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്, ജീവിക്കാനുള്ള ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കൊടുത്തിട്ടുണ്ട്, സ്പിരിച്വൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു നല്ലൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ലണ്ടൻ സീസണിൽ ഞങ്ങൾ ഹാബ്ലോക്കിൽ റിട്രീറ്റ് കൊടുക്കാൻ പോയായിരുന്നു. ബോട്ടിലിരുന്നപ്പോൾ ടോണി ബ്രദർ പറയുന്നായിരുന്നു, ടോണി തൻ്റെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ബൈബിൾ വായിക്കാനുള്ള. ദിവസം ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഇതിൽ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോന്നെയാണ്, എല്ലാ മാതാപിതാക്കൾ തൻ്റെ മക്കളെ പഠിപ്പിച്ച, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ പ്രോത്സാഹിച്ച, എൻകറേജ് ചെയ്ത നാം നമ്മുടെ കുട്ടികളെ ഒരു നല്ലൊരു വിശ്വാസിയാക്കി മാറ്റിയെടുക്കാം. അതാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയും പറയുന്നതാണ്. മറിയം മഗ്ദലയുടെ ജീവിതം നോക്കിയിട്ടാണ് ശിഷ്യന്മാർ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഈ ദിവസങ്ങൾ ഈസ്റ്റർ കഴിഞ്ഞ നാം കേൾക്കുന്ന റീഡിങ്സിൽ ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ ശിഷ്യന്മാരുടെ പിന്നാലെ പോകാൻ തുടങ്ങി. എന്തെന്ന് പറഞ്ഞാൽ അവർ കർത്താവിനെ കണ്ട്, കർത്താവ് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു, അവർക്ക് ബലം കൊടുത്ത്, വിശ്വാസത്തിന് ബലം കൊടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സങ്കീർത്തവചനം 56:8 പറയുന്നതാണ്, നിന്റെ എല്ലാം കണ്ണുനീർ ഞാൻ ബോട്ടിൽ കൂട്ടി വച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ നിന്റെ ദുഃഖം അറിയാം, നിന്റെ സുഖവും അറിയും, നിന്നെക്കുറിച്ച് അറിയുന്നു കർത്താവ് പറയുന്ന. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ അടുത്ത് എല്ലാം അപേക്ഷിക്കുന്നതാണ്, ഒരു നല്ല ഒരു വിശ്വാസിയായി മാറാൻ വേണ്ടിയാണ്, മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ രൂപതയിൽ, ഈ പാരിഷിൽ ഒരു പെണ്ണുണ്ട്, ഏറ്റവും അധികം പഠിച്ച പെണ്ണാണ്, കാത്തലിക്. പല സൈസിലെ സ്റ്റഡീസ് ചെയ്ത്, വെരി ഇൻ്റലിജൻറ്റ്, വെരി ക്ലെവർ ആൻഡ് വെരി പ്രയർഫുൾ, വെരി സ്പിരിച്വൽ. ആ കുട്ടിയുടെ പേരാണ് ഏഞ്ചൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ പല സ്ഥലത്ത് പുള്ളിക്കാർക്ക് ജോബിൻ്റെ ഓഫർ കിട്ടി, ഗവൺമെൻറ് ജോബിന് പല സ്ഥലത്ത്. ചോദിക്കുമ്പോൾ ഒരേ ഒരു വാക്ക് പറയുന്നതാണ്, എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചതാണ്, ദൈവം ഒന്നത്തെ സ്ഥാനം കൊടുക്കണം ദൈവത്തിന്, 2 കന്യാ മറിയത്തിന്.
അത് ഞാൻ കാണുന്നായിരുന്നു. എങ്ങനെയാണ് കുട്ടി 2 കൈയിലും മെഴുതിരി എടുത്തിട്ട് ആ പടിയിൽ കയറി വരുന്നത്, 75 പടിയിൽ മുട്ടൂത്തി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? വിശ്വാസം കൊണ്ട്. ഒരു പ്രാവശ്യം വിശ്വാസം നേടിയ ആ വിശ്വാസം നമുക്ക് ഉത്തരം കൊടുത്ത നാം ഒരിക്കലും തിരിച്ച് ചീത്ത വഴിയിൽ അല്ലെങ്കിൽ ആ വിശ്വാസിയായി തീരത്തില്ല. അമേരിക്കയിൽ പറയുന്നതാണ്, ഒരു പ്ലെയിൻ ക്രിസ്മസ് നൈറ്റിന് ടേക്ക് ഓഫ് ചെയ്യണമായിരുന്നു. അതിൽ 3 പൈലറ്റ്, 300 പാസഞ്ചേഴ്സ്. ഡബിൾ ഡെക്കർ പ്ലെയിനാണ്. അത് ക്രിസ്മസ് നൈറ്റ്. 3 പേരും കാത്തലിക് പൈലറ്റ്സാണ്. 3 പേർക്ക് അവധി കൊടുത്തിട്ടില്ല. പ്ലെയിനിൽ കയറുന്നതിന് മുമ്പേ രാത്രി 8 മണിക്ക് തൻ്റെ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് കേക്ക് വെട്ടിയതിന് ശേഷം ഡ്യൂട്ടിക്ക് മടങ്ങുന്നതാണ്. ഈ പ്ലെയിൻ ചിക്കാഗോയിൽ ലാൻഡിങ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സൈഡിലെ വിങ് എരിഞ്ഞു പോകുന്നതാണ്. 3 പേർക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണം. ടോട്ടലി ബിക്കേം എ ബ്ലൈൻഡ്. ആ സമയത്ത് അവർ മനസ്സിലാക്കുന്നതെന്ന് തൻ്റെ വിശ്വാസം കുറയാൻ തുടങ്ങി. കർത്താവിൽ ആ വിശ്വാസം കുറയാൻ തുടങ്ങി. അവരുടെ ഫ്രണ്ടിൽ വെച്ച ഒരു ചെറിയൊരു ക്രോസ്, അതിൽ ഹാങ്ങിങ് ചെയ്യുന്ന ക്രൈസ്റ്റ് അവരെടുത്ത് പറയുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടി ദുഃഖം സഹിച്ചിട്ടുണ്ട്, നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ കുരിശിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം ആ കുരിശിനെ നോക്കി 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 അവരുടെ വിശ്വാസം വളർന്നാൻ തുടങ്ങി. അങ്ങനെ പറയുന്നതാണ് ആ ബുക്ക് റീഡർ ഡൈജസ്റ്റ്. ആ പ്ലെയിൻ ഒരു മരത്തിൻ്റെ മേളിൽ പോയി. മരത്തിൻ്റെ മൊത്തം ബ്രാഞ്ചസ് ആ പ്ലെയിനിൻ്റെ എയറോഡ്രോമിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. ഇന്റർവ്യൂ എടുത്തതിന് ശേഷം പറയുന്നതാണ്, ആ ഒരു സമയമാണ് താൻ ചിന്തിക്കുന്നത് 300 പാസഞ്ചറെ കുറിച്ച്. ആ ഒരു സമയമാണ് താൻ ചിന്തിക്കുന്നത് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ആ ഒരു സമയമാണ് നാം ദൈവത്തിനെ വിളിക്കുന്ന സമയം. കണ്ണുനീരുകൊണ്ട് കൈകൂട്ടിയിട്ട് ദൈവത്തിനെ വിളിക്കുന്ന സമയം. ആ സമയത്താണ് അവർ മനസ്സിലാക്കിയത് ദൈവം എങ്ങനെയാണ് അവരുടെ വിശ്വാസം വളർത്തിയെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ആക്ച്വൽ റീഡിങ്ങിൽ പറയുന്നതാണ് ശാന്തിയെക്കുറിച്ച്. ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ശാന്തി, പീസ്. ഐസായുടെ പുസ്തകത്തിൽ പറയുന്നതാണ് യേശുവെ ക്രിസ്തുക്കുറിച്ച് മുമ്പേ ഫ്യൂച്ചർ ഭവിഷ്യവാണിയിൽ പറയുന്നതാണ് യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവാണ്. ഹിബ്രുക്കാരുടെ പുസ്തകത്തിൽ പറയുന്നതാണ് യേശു ക്രിസ്തു ശാന്തിയും സമാധാനത്തിൻ്റെയും രാജാവാണ്. ജനങ്ങൾ മനസ്സിലാക്കിയതാണ് കർത്താവിനെ കുറിച്ച്. ഈ കർത്താവ് ശിക്ഷിക്കാത്ത കർത്താവാണ്, ഈ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാണ്, സമാധാനം കൊടുക്കുന്ന കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ശാന്തിയും സമാധാനം കൊടുക്കുന്നതാണ്. ഈ ദിവസങ്ങൾ വൈദികന്മാർ വീട് വെഞ്ചരിക്കാൻ പോകുന്നതാണ്. അതിൽ വായിക്കുന്ന റീഡിങ്ങാണ്, നീ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നോ ആദ്യം നീ പറയണം ഈ വീട്ടിന് സമാധാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാന്തിയും സമാധാനം നേടണമെങ്കിൽ പറയുന്ന മൂന്നാമത്തെ വായന, ക്ഷമിച്ചാൽ മാത്രമേ നിനക്ക് സമാധാനം നൽകുമെന്ന്. നാം എല്ലാവരും ഈസ്റ്റർ സമയത്തിലാണ്. ഈ സമയത്തിൽ പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനം കാര്യങ്ങൾ നാം ചെയ്താൽ നാം കർത്താവിനെ മനസ്സിലാക്കും. കർത്താവിൻ്റെ അടുത്തോട്ട് വരാനുള്ള കഴിവ് ദൈവം നമുക്ക് തരും. നമുക്ക് കുർബാനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവർക്കും ഒരു വിശ്വാസം കൊടുത്തിട്ടുണ്ട്. ആ വിശ്വാസം എല്ലാവരും വളർത്തിയെടുക്കാം. നാം ആ വിശ്വാസത്തിൽ ജീവിച്ചിട്ട് കർത്താവിനെ മനസ്സിലാക്കാം.
ആ കർത്താവ് നമ്മളെ എത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. അതേ കർത്താവിനെ കുറിച്ച് മറ്റൊരു സഹോദരനടുത്ത് പറഞ്ഞ നാം ഒരു ആത്മാവിനെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന, ഒരു ആത്മാവിനെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന നാം ഒരു ആത്മാവിനെ സ്വർഗത്തിൻ്റെ ഉള്ള വഴി കാണിക്കുന്ന. നമുക്ക് പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം.